ഹായ് വെൽക്കം ടു ക്യാമ്പസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ IT ഫീൽഡൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണിത്. 4 years ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമാണിത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച സ്റ്റുഡൻസ് ആണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാം എന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിയറിയോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസിനെയും എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസിനെയും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കോഴ്സാണിത്. അതായത് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പ്രോഗ്രാമിംഗ്, അൽഗോരിതം, സിസ്റ്റം ഡിസൈൻസ് തുടങ്ങിയവയാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. IT മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച സ്റ്റുഡൻസിനാണ്. കാരണം ഈ ഒരു കോഴ്സിൽ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഡെപ്തിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സ്കില്ല് വളരെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസും വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു കോഴ്സ് അല്ല ഇത്. 4 വർഷത്തിലായിട്ട് 8 സെമസ്റ്റർ ഉണ്ടായിരിക്കും. പഠിക്കാൻ നല്ല ഡിഫിക്കൽട്ടാണ്. മാത്തമാറ്റിക്സിലൊക്കെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ പഠിക്കാൻ കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാലും പ്രശ്നമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വളരെ സിമ്പിളായിട്ടൊരു കോഴ്സ് പഠിച്ച് IT ഫീൽഡിലോട്ട് എൻ്റർ ആവണമെങ്കിൽ നിങ്ങൾക്ക് BCA പോലുള്ള കോഴ്സുകൾ പഠിക്കാം. ബിടെക് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ, പഠിക്കാൻ നല്ല ടഫായിരിക്കും. സിലബസ് ടഫാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ നല്ല ഡെപ്തിൽ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. അപ്പം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ മാത്രം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. IT ഫീൽഡിൽ വരാൻ പോകുന്നത് അനന്തമായ സാധ്യതകളാണ്. ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച സ്റ്റുഡൻസിനാണെന്നുള്ളത് സംശയമില്ലാതെ പറയാൻ കഴിയും. കാരണം ഇപ്പം എല്ലാ മേഖലയിലും IT-യുടെ കടന്നുവരവുണ്ട്. ഈവൻ ഇപ്പം മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലായിടവും IT ഫീൽഡിന്റെ കടന്നുവരവുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാലറി കുറവുള്ള ജോലി കിട്ടുമോ എന്നുള്ളതൊരു ഡൗട്ടൊന്നും വേണ്ട. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും നല്ല സാലറി പാക്കേജ് ലഭിക്കുന്ന ജോബ് ഈ കോഴ്സ് പഠിച്ചവർക്ക് അവൈലബിൾ ആണ്. ഇനി ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന മെയിൻ ജോബ് റോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വെബ് ഡെവലപ്പർ, ഡേറ്റാ സയന്റിസ്റ്റ്, സിസ്റ്റം അനലിസ്റ്റ്, ക്ലൗഡ് എഞ്ചിനീയർ, ഡെവോപ്സ് എഞ്ചിനീയർ തുടങ്ങിയവയാണ് മെയിൻ ജോബ് റോൾസ്. പിന്നെ ഇതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ബിടെക്കിന് ശേഷം നിങ്ങൾക്ക് MTech എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ MBA ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ജോലി ലഭിക്കാനായിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബിടെക് ചെയ്താൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഹയർ സ്റ്റഡീസ് വേണ്ടവർക്ക് ഹയർ സ്റ്റഡീസ് എടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ആണെങ്കിലും പഠിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ജോലി കിട്ടണമെന്നില്ല. നിങ്ങളുടെ സ്കിൽ അനുസരിച്ചായിരിക്കും ജോലി കിട്ടേണ്ടത്. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ സ്കില്ല് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. നല്ല പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, ഇത് പഠിക്കാൻ പറ്റിയ ഇന്ത്യക്കകത്തുള്ള ബെസ്റ്റ് കോളേജുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് പെട്ടെന്ന് തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.